ഇപ്പോൾ വന്നതെന്താണ്? കഴിഞ്ഞ 5 കൊല്ലമായിട്ട് വളരെ ഉന്മേഷത്തോടു കൂടി ആളുകളെ ആവേശം കൊള്ളിച്ചുകൊണ്ട് സഭയ്ക്കകത്തും പുറത്തും പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ആള് വി ഡി സതീശൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജനവികാരം ആർക്കാണ് മനസ്സിലായത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സൂചന ഞാൻ പറയാം. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയ്ക്ക് വെറും പ്രതിപക്ഷത്തിരുന്ന് സഭയിലോ പുറത്തോ പ്രസംഗിക്കുക മാത്രമല്ല സതീശൻ ചെയ്തത്. അദ്ദേഹം ഇവിടുത്തെ ഈ 5 കൊല്ലത്തിനിടയ്ക്കുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും നേതൃത്വം കൊടുത്തു. അതിനിടയ്ക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ടായി, ലോക്കൽ ബോഡീസിലേക്കുള്ള ഇലക്ഷൻ ഉണ്ടായി, ഇപ്പോൾ നിയമസഭാ ഇലക്ഷൻ ഉണ്ടായി. അദ്ദേഹമാണ് പറഞ്ഞത്, അദ്ദേഹമാണ് ധൈര്യപ്പെട്ടത് 100-ലധികം സീറ്റ് കിട്ടും എന്ന്. 12 മന്ത്രിമാർ പരാജയപ്പെടും എന്ന് പറഞ്ഞു. അത് 13-ഓ 14-ഓ ആവാം, 12-ഓ 1 ആവാം എന്ന് പറഞ്ഞു. അത് 13 മന്ത്രിമാർ പരാജയപ്പെട്ടു. 50 സിറ്റിംഗ് MLA പരാജയപ്പെട്ടു. വിസ്മയങ്ങൾ ഉണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞു. വിസ്മയങ്ങൾ ഉണ്ടായല്ലോ. അമ്പലപ്പുഴയിൽ, തളിപ്പറമ്പിൽ, പയ്യന്നൂർ ഒക്കെ CPMന്റെ അണികൾ CPMൽ നിന്ന് വിട്ടുപോയ നേതാക്കന്മാർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ വിജയത്തിൽ കോൺഗ്രസിനോ അവരുടെ സഖ്യകക്ഷികളായ ലീഗ് തുടങ്ങിയുള്ള മുന്നണിയിലെ ഘടകങ്ങൾക്കോ ഉള്ള അതേ തരത്തിലുള്ള അതിൻ്റെ ക്രെഡിറ്റ് ഒരു പാർട്ടിയിലും പെടാത്തവർക്കും LDFന്റെ അണികൾക്കും പ്രത്യേകിച്ച് CPMന്റെ അണികൾക്കും ഇതിൽ വലിയ പങ്കുണ്ട്. അത് വളരെ വ്യക്തമാണ്. അതിപ്പോൾ വിസ്തരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഈ തരത്തിലുള്ള ഒരു പോരാട്ടം നടത്താൻ UDFനെ സജ്ജമാക്കിയ സേനാനായകനാണ് വി ഡി സതീശൻ. അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നത് ടീം UDF എന്നാണ്. ആ വാക്ക് അദ്ദേഹം ഉണ്ടാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ജാതിയോ മതമോ അല്ല ഇവിടുത്തെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനം, അത് രാഷ്ട്രീയ പ്രബുദ്ധതയാണ് എന്ന് 2026 തെരഞ്ഞെടുപ്പ് കാണിച്ചു. അപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, 2% ക്രിസ്ത്യാനികൾ പോലും ഇല്ലാത്ത തവനൂർ മണ്ഡലത്തിൽ VS ജോയ് എന്ന് പറയുന്ന UDFന്റെ സ്ഥാനാർത്ഥി ജയിച്ചു. നമ്മളിപ്പോൾ അങ്ങനെയാണല്ലോ പറയുക, നായന്മാരുള്ളിടത്ത് നായന്മാർക്ക് വോട്ട്, മാപ്പിളമാരുള്ളിടത്ത് മാപ്പിളമാർക്ക് വോട്ട്, ക്രിസ്ത്യാനികളിടത്ത്. അങ്ങനെയൊന്നും അല്ല ഇവിടുത്തെ കാര്യം. മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ആളുകൾ രാഷ്ട്രീയ പ്രബുദ്ധതയോടുകൂടി വോട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം കേരളത്തിലുണ്ട് എന്ന് വന്നു. അതായത് കേരളത്തിന് മൊത്തം അഭിമാനിക്കാവുന്ന, അതായത് 10 കൊല്ലത്തെ പലതരത്തിലും ദുർഭരണം എന്ന് വിളിക്കാവുന്നതാണ് 2ാം പിണറായി സർക്കാരിൻ്റെ കാര്യം. അതിനൊരു അന്ത്യം വരുത്തി. എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ചോദിക്കുകയാണ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് ജയിക്കുമ്പോൾ KC വേണുഗോപാലിന് അറിയില്ലേ 2024 നിയമസഭാ ഇലക്ഷൻ വരാനുണ്ട്? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ അവർക്കൊന്നും നിശ്ചയമില്ലാത്ത അളവിൽ, അവർക്കൊന്നും ഇല്ലാത്ത അളവിൽ ആത്മവിശ്വാസം, ഈ കാര്യത്തെപ്പറ്റിയുള്ള തീർപ്പ് സതീശൻ എന്നുള്ള നേതാവിനുണ്ടായിരുന്നു. അന്ന് ആലപ്പുഴയിൽ അദ്ദേഹം രാജിവെക്കുമ്പോൾ അവിടെ ഒരു ലോക്സഭാ ഇലക്ഷൻ വരും, ബൈ ഇലക്ഷൻ വരികയാണ്, ഒരു കാര്യമില്ലാതെ. പിന്നെ അദ്ദേഹത്തിന് വേണ്ടി ഒരു MLA രാജിവെക്കണം. ആ രാജിവെക്കുന്നിടത്ത് കേരളത്തിൽ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ വീണ്ടും ഒരു ബൈ ഇലക്ഷൻ വരും, ഇടക്കാല തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ എന്താ ഉണ്ടാവുക? ഒന്നുമില്ല, വളരെ ലളിതമാണ്. ഇതൊക്കെ ശക്തിപ്പെടുത്താൻ പോകുന്നത് BJPയാണ്. കാരണം എന്ത് ന്യായത്തിലാണ് ഹൈക്കമാൻഡ് പറഞ്ഞത് MP-മാർ MLA ആയിട്ട് മത്സരിക്കാൻ പാടില്ല? കാരണം അതിന് മോഹൻണ്ടായിരുന്നല്ലോ, അടൂർ പ്രകാശന് മോഹൻണ്ടായിരുന്നല്ലോ, MK രാഘവൻ മോഹൻണ്ടായിരുന്നല്ലോ, K സുധാകരൻ 4-5 ദിവസം ഈ ഇലക്ഷൻ പ്രവർത്തനത്തെ തന്നെ മുൾമുനയിൽ നിർത്തിയില്ലേ? ആലോചിച്ചു. അദ്ദേഹം KPC പ്രസിഡന്റ് ആയിരുന്ന ആളല്ലേ, തലമുതിർന്ന നേതാവല്ലേ? അത്തരം ഉത്തരവാദിത്വം അദ്ദേഹം കാണിക്കുന്നുണ്ടോ? അദ്ദേഹം എന്താ അന്ന് പറഞ്ഞു എനിക്ക് മത്സരിക്കണം, എന്നിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി ആവേണ്ടത്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പറയുന്നു, ആവർത്തിച്ച് പറയുന്നു KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി ആവേണ്ടത്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം? ഈ തരത്തിലുള്ള നിലപാടില്ലായ്മ. ഇപ്പോൾ സതീശൻ്റെ പ്രധാനപ്പെട്ട ഗുണം ഞാൻ കാണുന്നത് അദ്ദേഹത്തിന് നിലപാടുണ്ട് ഏത് കാര്യമാണെങ്കിലും. അപ്പോൾ ബൈ ഇലക്ഷൻ നടന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ നിർത്തിയതിൽ അദ്ദേഹത്തിന് പങ്കുണ്ടാവും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് മനുഷ്യന് പറയാനും കേൾക്കാനും കൊള്ളാത്ത ഒരു കേസ് വന്നപ്പോൾ ആ രാഹുലിനെ മാറ്റി നിർത്തണം എന്ന് ശടിച്ചത് സതീശനാണ്. അതിനെപ്പറ്റി എന്തായിരുന്നു K സുധാകരൻ്റെ അഭിപ്രായം? അദ്ദേഹം അഭിപ്രായം മാറിയില്ലേ?
പിന്നെ നിലമ്പൂരിൽ അന്ന് MLA ആയിരുന്ന PV അൻവർ രാജിവെച്ചിട്ട് വീണ്ടും തിരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ PV അൻവറിനെ പിന്തുണയ്ക്കണം എന്ന് വന്നപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് അകറ്റി നിർത്തിയത് സതീശനാണ്. ഇത്തരം നിലപാടിനെയാണ് രാഷ്ട്രീയം എന്ന് പറയാ, ഇത്തരം നിലപാടിനെയാണ് നേതൃത്വം എന്ന് പറയാ. ആ ആത്മവിശ്വാസം ആണ് ഇവിടുത്തെ മുഴുവൻ ആളുകൾക്കും, അതായത് ജനാധിപത്യ അവകാശങ്ങൾ വീണ്ടെടുക്കണം, LDFന്റെ ദുർഭരണം അവസാനിക്കണം എന്ന് വിചാരിക്കുന്ന UDFകാരും അല്ലാത്തവരും ആയ ആളുകൾക്ക് ഊർജം കൊടുത്തത്, അഭിമാനം കൊടുത്തത്, അന്തസ് കൊടുത്തത്. അതാണ് അവർ തെരുവിലിറങ്ങാൻ കാരണം. തെരുവിലിറങ്ങാൻ പാടില്ല എന്ന് പറയാൻ പാടുള്ളൂ. ഇപ്പോൾ KC വേണുഗോപാൽ അങ്ങനെ പറയേണ്ടി വന്നതിന് എനിക്ക് വളരെ ഖേദമുണ്ട്. അദ്ദേഹം മുൻകൂട്ടി ഇതൊക്കെ കണ്ട് ഒരു പ്ലാൻ, ഇംഗ്ലീഷിൽ പറയുമല്ലോ ഡിസൈൻ, ഒരു ആസൂത്രണം, ആ തരത്തിലൊരു ആസൂത്രണം നടത്തി. കാരണം അധികാരം കിട്ടുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, അധികാരം കിട്ടുകയാണെങ്കിൽ അപ്പോൾ തനിക്കത് കയ്യിലാക്കാം എന്ന തരത്തിൽ അദ്ദേഹം കളിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് കേരളത്തിൻ്റെ ജനാധിപത്യ ബോധത്തെയും മതേതര ബോധത്തെയും രാഷ്ട്രീയ പ്രബുദ്ധതയെയും അവമാനിക്കുന്ന ഒന്നാണ്. അത് കോൺഗ്രസ്സുകാർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാട്ടുകാർ ഇന്നല്ലെങ്കിൽ നാളെ